ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ 5 സുഹൃത്തുക്കളുടെ സൗഹൃദത്തിന്റെ കഥ പറയുന്ന ഒരു ചെറിയ സിനിമ മലയാളത്തിൽ പുറത്തിറങ്ങി. പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത നേടുവാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു. ഈ ചിത്രത്തിലെ സുപ്രധാനമായ 5 കഥാപാത്രങ്ങളിൽ ഒരു കഥാപാത്രം ചെയ്ത നടൻ അതിവേഗത്തിൽ സിനിമാ ലോകത്തിൽ പടർന്ന് പന്തലിച്ചു. സൂപ്പർ സ്റ്റാറുകൾ അരങ്ങുവാഴുന്ന മലയാള സിനിമാ ലോകത്ത് അയാൾ തനിക്കായൊരിടം ഉറപ്പിച്ചു. തുടരെ ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്ററുകളും അയാളെ അതിവേഗം ഒരു സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തി. വളരെ ലളിതവും സുന്ദരവുമായ കഥാപാത്രങ്ങളെ നർമ്മത്തിൽ ചാലിച്ച് മറ്റാർക്കും പറ്റാത്ത തരത്തിൽ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുവാനുള്ള അയാളുടെ കഴിവ് അയാളെ കുടുംബ പ്രേക്ഷകർക്കിടയിലും സ്വീകാര്യനാക്കി. മലയാള സിനിമാ ലോകത്തെ യുവതാരങ്ങൾക്കിടയിൽ ശ്രദ്ധാകേന്ദ്രമാകുവാനും അയാൾക്ക് സാധിച്ചു. മലയാള സിനിമയുടെ വരും കാലം അയാളിൽ ഭദ്രമാണെന്നും നിരൂപകർ പറഞ്ഞു. സിനിമാ ലോകത്തിലേക്ക് ചുവടുവെക്കുന്ന ഒരു താരത്തിന് ലഭിക്കാവുന്ന എല്ലാ അംഗീകാരങ്ങളും സ്വീകാര്യതയും അയാൾക്ക് ലഭിച്ചു. ആ കാലം അയാൾക്ക് സ്വന്തമായിരുന്നു. എപ്പോഴും കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാവും. അയാളുടെ കഥയിലും അതുണ്ടായി. അയാൾക്ക് ഒരു വീഴ്ച പറ്റി. തൊട്ടതെല്ലാം പിഴച്ചു. ബോക്സ് ഓഫീസിൽ അയാളുടെ ചിത്രങ്ങൾക്ക് കാലിടറി. തുടരെ പരാജയങ്ങൾ. പലരും രഹസ്യമായും പരസ്യമായും വിധി എഴുതി. അയാൾ അവസാനിച്ചു. അയാൾക്കൊരു മടങ്ങിവരവുണ്ടാവില്ല എന്ന് വിധി എഴുതിയവരും ഒട്ടനവധിയാണ്. പക്ഷേ പ്രേക്ഷകർക്ക് എന്തോ അയാളെ ഇഷ്ടമായിരുന്നു. അവർ കാത്തിരുന്നു അയാളുടെ തിരിച്ചുവരവിനായി. കഴിഞ്ഞ വർഷം അയാൾ മടങ്ങിവരവിന്റെ ചില സൂചനകൾ നൽകി. പക്ഷേ അതൊന്നും അത്ര ഉറപ്പിക്കുവാൻ കഴിയുന്നതായിരുന്നില്ല. ആ തിരിച്ചുവരവിനായി അയാളെ സ്നേഹിച്ച പ്രേക്ഷകർ കാത്തിരുന്നത് 6 വർഷങ്ങളാണ്. ഈ അടുത്ത കാലത്തൊന്നും ഒരു നായകന്റെ മടങ്ങിവരവ് പ്രേക്ഷകർ ഇത്രയും ആഘോഷിച്ചു കണ്ടിട്ടില്ല. കാരണം അയാളെപ്പോലെ തന്നെ അവരും അത് ആഗ്രഹിച്ചിരുന്നു. ഒരുപക്ഷെ അയാളെക്കാളേറെ പ്രേക്ഷകന്റെ മനസ്സ് നിറയ്ക്കുന്ന എന്തോ ഒരു മാന്ത്രിക വിദ്യ അയാളുടെ കൈവശമുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അയാളെ എന്തോ പ്രേക്ഷകർക്ക് ഇഷ്ടമായിരുന്നു. 2025 ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി പുറത്തിറങ്ങിയ സർവം മായ എന്ന ചിത്രത്തിലൂടെ അയാൾ ശക്തമായി തിരികെ വന്നിരിക്കുന്നു. വളരെ മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ചിത്രം 150 കോടി ക്ലബിലേക്കാണ് ഓടിക്കയറിയത്. അതിനുശേഷം ഓണം റിലീസായി എത്തിയ ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ മികച്ച വിജയത്തോടു കൂടി തന്നെ നമുക്ക് അടിവരയിട്ട് പറയുവാൻ സാധിക്കുന്നു, നിവിൻ തിരിച്ചു വന്നിരിക്കുന്നു. അയാളെ സ്നേഹിച്ച പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അയാൾ തിരികെ വന്നു. പഴയ പുഞ്ചിരിയോടെ, പഴയ നർമ്മത്തോടെ. അയാളെ സ്നേഹിച്ചവർ, അയാൾക്കായി കാത്തിരുന്നവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു വെക്കുന്നു, നിവിൻ ഈസ് ബാക്ക്.